ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ആദ്യം എല്ലാരോടും നന്ദി പറയുന്നു. അപ്പൊ ഇന്നെന്താന്നറിയാവോ വീഡിയോയിൽ? ഇന്ന് നമ്മുടെ ശരണ്യ വൈകുന്നേരത്തെ എപ്പോഴും രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം കാണിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ കാപ്പിയുടെ വൈകിട്ടത്തെ ഫുഡ് അല്ലേ? അപ്പൊ ഏതായാലും നിങ്ങൾ എല്ലാ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ട് പോലെ ഈ വീഡിയോയ്ക്കും തരണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ ശരണ്യ, ഇന്നലെ ഞാൻ സെയില് പോയില്ല. സെയില് പോയപ്പോ വാരനാട് വെച്ച് ഒരു ഷീബ ചേച്ചിനെയും കൊച്ചിനെയും കണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയൊക്കെ കാണുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. അപ്പൊ ആ ചേച്ചിയുടെ വീട് മുട്ടത്തിപ്പറമ്പ്. ഞാൻ പറഞ്ഞായിരുന്നു ദിവസം. അപ്പൊ മുട്ടത്തിപ്പറമ്പിലുള്ള ഷീബ ചേച്ചിക്കും കുടുംബത്തിനും എല്ലാ കൂട്ടുകാർക്കും, അതെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും. നമ്മുടെ ഹസീന ബീബി ഒക്കെ പറഞ്ഞായിരുന്നു, അങ്ങനെ പേരെടുത്ത് പറയാൻ പാടില്ല, എന്നാലും മൂത്തതാണ്, എന്നാലും എല്ലാവർക്കും ഹായ്. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങൾ ഒത്തിരി ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. എന്താണ് ചിരിച്ചോണ്ടിരിക്കുന്നത്? അപ്പൊ ഒത്തിരി ഒന്നും പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം, അടുക്കളയിലോട്ട് പോയേക്കാം. ഓക്കെ ശരണ്യ, നമ്മൾ എന്നാണ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ. വൈകിട്ട് നമുക്ക് എപ്പോഴും ചപ്പാത്തിയാണ്. അതെ, വൈകിട്ട് ഞങ്ങളുടെ ഫുഡ് സ്ഥിരം. അപ്പൊ നമ്മുടെ മാവാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണ്ട ഉരുട്ടി എടുക്കണം അല്ലേ? അതെ, നമ്മുടെ അമ്മ വന്ന് അമ്മയും പരത്താൻ പോവുകയാണ് ചപ്പാത്തി. എന്നാ ഞാനും കൂടി സഹായിച്ചു തരുന്നതാണ്. അതെ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എല്ലാരും അതെ, അമ്മതെ കൈ കഴുകാൻ പോയിട്ട് വന്നിട്ടുണ്ട്. അതെ, ആഹാ. പിന്നെ കണ്ട ശരണ്യ പരത്തണം കണ്ടാ കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് പരത്തുന്നുണ്ട്. നമ്മുടെ അച്ഛൻ വന്ന് കണ്ട. ശരണ്യുണ്ടോ നല്ല സൂപ്പറായിട്ട് പരത്തുന്നു. നിങ്ങളൊക്കെ നോക്കാനാണ് വന്നത്. മുഴുപ്പൊക്കെ അത് മതി, ഞാൻ പരത്തി തരാം. ഏതായാലും ശരണ്യ ആ പരത്തിയത് അങ്ങോട്ട് തീർക്കട്ടെ അല്ലേ? അതെ അതെ, ഇനി ഇത് പരത്തിയിട്ട് ബാക്കി വിട്ടിട്ടാ അമ്മ അല്ലേ? എന്നിട്ടൊക്കെ കണ്ട ശരണ്യ നല്ല കറക്റ്റ് ആയിട്ടാണ് പരത്തണം. അതെ, ഇവിടെ ആപ്പിളും ഓറഞ്ചും അതൊന്നും വേണ്ട, ചപ്പാത്തി മാത്രം കിട്ടണം. ആപ്പിളും ഓറഞ്ചൊന്നും വേണ്ടെന്ന് ഞാൻ ചെയ്യലെന്നാണ് പറഞ്ഞു വന്നത്. അതെ, അപ്പൊ ശരണ്യ നമുക്ക് കാണാം കേട്ടോ. ഇതന്നെ ഇന്ത്യ ഒന്നും വേണ്ട, നല്ല ചപ്പാത്തി പൂപ്പടാ പൂപ്പടൊന്നുമല്ല. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഞാൻ നല്ലപോലെ പരത്തി കാണിച്ചു തരാം. എന്നാലും ശരണ്യ പറയുകയും മറിക്കോ ഞാൻ വരുന്നതായിരിക്കും. നമുക്ക് കാണാം. അച്ഛൻ കേട്ടാ, ഞാൻ ഇച്ചിരി താന്ന് എനിക്ക് പൊക്കം കൂടുതലും. ഞാൻ ഇച്ചിരി എന്റെ നടുവിന് ചെറിയ സാരമില്ല, എന്നാലും ശരണ്യെ സഹായിക്കുക, അതാണ് എന്റെ ആവശ്യം. അപ്പൊ ശരണ്യ, ഞാൻ ഒന്ന് തുടങ്ങട്ടെ. അച്ഛൻ പിന്നെ ഇതിന്റെ ഇടക്കൊന്ന് വന്ന് കൈ കഴുകാനായിട്ട് വന്നായിരുന്നല്ലേ? അല്ല, ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ കൂട്ടുകാർ ഓർക്കും. ശരണ്യ ഇതിപ്പോ മത്സരായല്ല ശരണ്യ. അതെ അതെ, നേരാ, ശരിയാ. അല്ല, അടിപൊളിയായിട്ടൊക്കെയാണ് ചെയ്യുന്നത്, സൂപ്പർ. ഇത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, നമുക്ക് ചായക്കട ഇടാം. ഇപ്പൊ തന്നെ അമ്മ ഇവിടെ പറയുവേ, പാക്കിംഗ് പണിയെല്ലാം കൊണ്ട് അയ്യോ എല്ലാം കൂടി പാടാണ് എന്ന് പറയണം. നല്ലതാ.
എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ ബേക്കറിയുടെ പാക്കിങ് എല്ലാം കൂടി വരുമ്പോ തന്നെ നല്ല പണിയുണ്ട് വീട്ടിൽ. ഞാൻ വെറുതെ പറഞ്ഞാണ് ചായക്കടയൊന്നും തുടങ്ങല്ലേ, ഞാനുണ്ടാക്കിയല്ല. ആഹാ, അമ്മ എവിടെ പോ? അല്ല എനിക്ക് പാടാനെല്ലാം കൂടെ. നമുക്ക് എല്ലാം കൂടി ബുദ്ധിമുട്ടാണെന്ന് നമ്മ പറയണത്. ശരണ്യ കൈ നോക്കൂല്ലേ? ഉണ്ടാകുക പിന്നെ നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാൻ ഈ കാലത്ത് പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം പണി ചെയ്യുന്നത് അന്തസ്സുണ്ട്. കണ്ടാ ഒരു കാര്യമുണ്ട്, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. റോട്ടിൽ കച്ചവടം വരെ ചെയ്യും. മുട്ട ഓംപ്ലേറ്റും ദോശയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? അതാകുമ്പോ പെട്ടെന്ന് ദോശക്കല്ല് വെച്ച് ചുട്ട് പാവ അച്ഛൻ നിന്ന് പരത്തണ. തന്നെ വറുത്താന്ന് പറഞ്ഞ് മേടിച്ചു. ഞാൻ വരത്ത് ഇത് കണ്ട ഇത് നോക്കിയേ, കൂട്ടുകാരെ നോക്കട്ടെ, ഇത് കണ്ട അതെ കണ്ട നോക്കിയേ, ആ ഇച്ചിരി കട്ടി കൂടുതൽ. തട്ടിക്കുള്ളിൽ ഞാൻ പരത്തിയില്ലേ, പരത്തിക്കൊണ്ടിരിക്കണേ ഷിജിമോനെ. ശരണ്യ, എന്തോ ഇത് എത്ര ചപ്പാത്തിക്ക് കുഴച്ച? നമ്മള് മൊത്തം 12 ചപ്പാത്തിക്ക് കുഴച്ചിട്ട്. പിന്നെ ഇത് ചപ്പാത്തി കുഴച്ച ഒരു റെസിപ്പി ഒന്ന് പറഞ്ഞു കൊടുത്തില്ല, നമ്മൾ കുഴക്കണ തൊട്ട് കാണിച്ചില്ല. നമ്മൾ ഇച്ചിരി തൈരെല്ലാം വെച്ചാ കുഴച്ചത് കേട്ടോ. നമ്മൾ സാധാ ചപ്പാത്തി കുഴക്കണ എല്ലാവർക്കും അറിയാം. മക്കളെ ഇത് കണ്ടേ, അടുത്തത് കണ്ട കണ്ട നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ സമ്മതിച്ചല്ലേ? നമ്മള് കുഴക്കുമ്പോ ഇച്ചിരി തൈര് കൂടി ഒഴിച്ച് കുഴക്കുക. അതുപോലെ ചക്കി ഫ്രഷ് ആട്ട തന്നെ ആയിരിക്കണം, നല്ല കൂടിയ ആട്ട. അതുപോലെ നമ്മൾ കുഴച്ച് കുറച്ചു നേരം വെച്ചേക്കണം അല്ലേ? അപ്പൊ അതൊക്കെ നമ്മളെ കൂട്ടുകാർ ചോദിക്കും. കുറച്ചു നേരം വെക്കണം. നമ്മൾ എത്ര മണി? 3 മണിയായപ്പോ കുഴച്ച് വെച്ചേരമ്മ. ഒരു മണിക്കൂർ മതി. 3 മണി. 3:30 ഇന്നലെ നല്ല മഞ്ഞപ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലൊക്കെ കുഴക്കാറുണ്ട്. എന്നാലും ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ തൈര് ഒഴിച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ട ഏറ്റവും നല്ലതായിരിക്കും. മധുരം ഇട്ടില്ല. അച്ഛൻ ഇത് മൊത്തം പരത്തി തീർക്കും കേട്ടാ. കണ്ടാ അടിപൊളിയാണ് കേട്ടാ. ഇത് ശന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇത് കടയിൽ നിന്ന് നമ്മള് പാക്കറ്റ് ചപ്പാത്തി ആൾക്കാർ മേടിക്കാനേ, അതുപോലെ തന്നെ ഇരിക്കണം. ഇത് കണ്ടാ പറയും നമ്മള് കടയിൽ നിന്ന് മേടിച്ചതെന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മൊത്തം പരത്തിയിട്ട് അമ്മ വരത്താൻ പോയി. നേരെ ഒന്നും ശരിയാണ്. നേരെ അമ്മക്ക് വിട്ടുകൊടുത്ത് അമ്മക്ക് വിട്ടുകൊടുത്ത് മത്സരാണ്. ഇതിൽ ആരാണ് നല്ലതെന്നുള്ള കമന്റ് വരും. അത് കൂട്ടാൻ ഉറപ്പായിട്ട് അച്ഛനെ എടുത്തുള്ളൂ. ഞാൻ വായി പറയാൻ പോയിരുന്നു കേട്ടാ, ഞാനത് പറയാനായിട്ട് തുടങ്ങിയായിരുന്നു. നമുക്ക് പറ്റുന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ കാര്യം ശരണ്യ പറഞ്ഞ് ശരണ്യ അല്ല ഞാൻ ചെയ്യുന്നത് ശരണ്യ പറഞ്ഞു. പക്ഷെ എന്നാലും ശരണ്യ തന്നെ പറഞ്ഞില്ലേ അച്ഛൻ പരത്തിയതാണെന്ന്. അതാണ് ഇതിപ്പോ കടത്തി കെട്ടാൻ നോക്കി നടക്കേല. ഇതൊരു മത്സരമാക്കിയതാണ്. അല്ലേ? ഇതൊരു മത്സരം തന്നെയാണ് കേട്ടെ, ചപ്പാത്തി മത്സരം. നമ്മുടെ ഈ വീഡിയോയുടെ പേര് തന്നെ ചപ്പാത്തി മത്സരം. അതെ, ഇതില് ആരാണ് വിജയിച്ചു എന്ന് നോക്കണം. ശരണ്യ, ഞാൻ പരത്തിയില്ല ശരണ്യ. ഇല്ലില്ല, ഞാനും കൂടി പരത്തുന്ന. ഞാനും ഈ മത്സരത്തിൽ പങ്കെടുക്കണുണ്ട്. അങ്ങനെ വിട്ടാ ശരിയായില്ല. അമ്മ പരത്തി കഴിയുമ്പോ ഞാനും കൂടി പരത്തും. എന്നിട്ട് നമ്മുടെ കൂട്ടുകാര് തീരുമാനിക്കട്ടെ ഏതാണ്. നല്ല കന്നം കറഞ്ഞ ചപ്പാത്തി, നല്ല വട്ടമുണ്ട് കേട്ടോ. ഇനി ഒരു പണി ചെയ്യാം, ഞാൻ വരുന്നു. കൂട്ടുകാരെ, അടുത്ത ഊഴ എന്റേതാണ്. ഇവര് 3 പേരും പരീക്ഷിച്ചു. ഇനി എന്റെ പരിപാടിയാണ്. എങ്ങനെയാകുമെന്ന് അറിയാൻ മേല. അപ്പൊ അതേ ഒന്ന് പൊടിയിലാട്ടൊക്കെ ഒന്ന് മുക്കി അവനെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്ത് വെക്കാം. 2 പേരും ഉന്ന ഭാഗത്ത് നിൽക്കുകയാണ്. എന്തിനാണ് ഞാനത് എങ്ങനെ ഏക്കുമെന്നൊക്കെ ഓർത്തിട്ട്. ചപ്പാത്തി കളി നോക്കും. അല്ലേ, അതെന്റെ ഇഷ്ടമല്ല ശരണ്യ, ഞാൻ എങ്ങനെ വെക്കണമെന്നുള്ളത്. ആ കല്ല് കരയണം.
തടി കണ്ടപ്പോ കാണിച്ചു തരേ ഇപ്പൊ ശരിയാക്കാം. ഇപ്പൊ റെഡിയാക്കി തരാം. ഇപ്പൊ റെഡിയാക്ക്. മടങ്ങി പോയല്ല, ഇപ്പൊ റെഡിയാക്കി തരാം. കണ്ടോ കൂട്ടുകാരെ, അല്ലാതെ വേപ്പായി പോണല്ലോ. കണ്ടോ കൂട്ടുകാരെ, ഇതിലും നല്ല ചപ്പാത്തി വേറെയുണ്ടോ? നോക്കട്ടെ. കല്യാണ പോലെ പറയുന്നില്ല. അതെ കുറച്ചുകൂടി ഇച്ചിരി പരത്തും കൂടി ഇത് വേറൊരു ഷേപ്പായി വിട്ടുപോകും കൂട്ടുകാരെ. അതെ, ഞാൻ ശരിക്കും പരത്തി പൊടിയിടാൻ പറഞ്ഞു, അതാണ്. അപ്പൊ ഞാൻ തോറ്റി. ഞാൻ അപ്പൊ അച്ഛൻ തന്നെ ജയിച്ചെന്ന് തോന്നുന്നു. അപ്പൊ ശരണ്യ തന്നെ പരത്ത്. നമുക്ക് എല്ലാം പരത്തിയിട്ട് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ എല്ലാം പരത്തി വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കണ്ടതെ, അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അല്ലേ ഒത്തൊരുമയോടുകൂടി. എന്റേത് കണ്ടായിരുന്നല്ല പരത്ത്. ഈ ബനിയൻ കമ്പനിക്കാർ ഈ ചവിട്ടിപ്പറിയില്ലേ, കണ്ടിട്ടുണ്ടോ? ചവിട്ടിപ്പറിക്കാൻ വഴിയിട്ടൊക്കെ പണ്ട് വിൽക്കണം. അതുപോലെ ഷിജു ഒന്ന് നോക്കിയതാണ്. ഷിജുന് കുഴപ്പമല്ല അത്. അച്ഛൻ കോളടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ശരണ്യ അതെ നീളത്തിലാണ്. ശരണ്യം കൂടി കൂടിയാ എന്നെ ശരണ്യ വേറെ തെറ്റാണ്. ഞാൻ ദോശക്കല്ല് കഴിയട്ടെ. ദോശക്കല്ല കേട്ട് തേക്കണ്ട അമ്മ, ദോശക്കല്ല കേട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ദോശയെന്ന് ചപ്പാത്തി ചുട്ടിട്ടൊക്കെ കാണിക്കാല്ലേ? ചുടണം കാണിക്കാം. നമ്മുടെ ശരണ്യ ദേ ചപ്പാത്തി ചുടിയാണ്. ദേ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട്. അച്ഛൻ അതെ ഞാൻ ചുടു. അപ്പൊ അതെ, അപ്പൊ ഞങ്ങൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടൊക്കെ എടുക്കട്ടെ അല്ലേ? ചുട്ടെടുത്തിട്ടൊക്കെ കാണിക്കാം. കാരണം അതെ കൊറേ ഉണ്ട്. അപ്പൊ എന്നിട്ട് നമ്മുടെ കറിയൊന്നും കൂട്ടുകാരെ കാണിച്ചു. കണ്ടാ കൂട്ടുകാരെ, അടിപൊളി ബീഫ് കറിയാണ് വെച്ചിരിക്കണം അല്ലേ? പിന്നെ ഉച്ചക്കത്തെ ഒന്ന് ഇളക്കി കാണിച്ച്. കണ്ടാ, സൂപ്പർ ബീഫ് കറിയാണ്. ഞങ്ങൾ പിന്നെ കുറച്ചേ മേടിച്ചിട്ടുള്ളൂ അല്ലേ? ഉച്ചക്ക് എടുത്തത് കാരണമാണ്. അങ്ങനെ ചപ്പാത്തി റെഡിയായിക്കൊണ്ടിരിക്കുന്നു കൂട്ടുകാരെ. ഇത് കണ്ട അച്ഛൻ ചുടാൻ തുടങ്ങിയല്ലേ? ഈ ചൂടത്ത് നിക്കണ്ടേ? ഞാൻ പറഞ്ഞ ഇച്ചിരി മാറി നിക്കി. അതെ, ഇവിടെ ഒരാളെ കയറ്റി ഏറെ ഇരിക്കേന്. ഇതെങ്ങനെ കേറി? ഇന്നാള് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് കയറ്റി. പാചക അടുക്കള മൊത്തം അച്ഛൻ ഭരണം ഏറ്റെടുത്തല്ലേ? ഞാൻ ഇച്ചിരി നിൽക്കാം, സഹായിക്കാം. അമ്മയോടും പറഞ്ഞ ഞാൻ മുക്കളാൻ പോയി. അമ്മയുടെ ഫാനും വെച്ച് അവിടെ ഇരിപ്പുണ്ട്. എന്റെ ദൈവമേ. അച്ഛാ, എന്നാ ഈ ചുടാനൊക്കെ എനിക്ക് പരത്താനാണ് പാട്. ചുടാൻ വേണം ഞാൻ ചുട്ടോളൂ, അച്ഛനും പൊക്കോ. പരിപാടി തീർന്നല്ലേ? അപ്പൊ അങ്ങനെ ചുട്ടു വെച്ചോണ്ടിരിക്കുകയാണല്ലേ ചപ്പാത്തി. വലിയ കാര്യമൊന്നുമില്ലല്ലോ. മക്കളെ, ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. നിങ്ങളൊക്കെ കഴിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, ഞങ്ങൾ അത്താഴം കഴിക്കുന്നു. അപ്പൊ നമ്മൾ അടിപൊളി ചപ്പാത്തി വെച്ചിട്ടുണ്ട്. അതെ, അപ്പൊ ശരണ്യക്കും കൂടി ഇനി വിളമ്പുക. അപ്പൊ കണ്ട കൂട്ടുകാരെ, നല്ല അടിപൊളി ബീഫ് കറി ചപ്പാത്തി മടക്കി വെച്ച അമ്മയെ എടുത്തിട്ടുണ്ട്. എല്ലാരും മടക്കിയൊക്കെ അച്ഛൻ്റെ നല്ല ഇതായിട്ടാ വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പുതിയ അതെ. എനിക്കും എനിക്ക് ഇച്ചിരി മതി. എനിക്ക് അങ്ങനെ ബീഫ് കറി ഇഷ്ടമല്ല, ഒത്തിരി ഇഷ്ടമല്ല. മതി 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 മതി. അതെ, അച്ഛൻ സ്നേഹത്തോടെ വിളമ്പുന്നു. ശരണ്യ ഒന്ന് കഴിച്ച് കൂട്ടുകാരോട് പറഞ്ഞ് എങ്ങനെയുണ്ട് ടേസ്റ്റ്. ബീഫ് കറിയും ചപ്പാത്തി അയല കൊണ്ടൊന്ന് വെച്ച് കുഴച്ച് ഒന്ന് വയലോട്ട് വെച്ച് നോക്കണം. എന്നാ ഒന്ന് വെച്ച്
ഒന്നും പറയുന്നില്ല നല്ലതാ നല്ലതാ അല്ല ഏ അല്ലെങ്കിൽ ഈ ശർണ വെക്കുന്നത് എന്താണ് മോശം വരുന്നത്? അതെ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കൊക്കെ എന്താണ് അത്താഴത്തിനെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യണം. നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയോളം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. കൂട്ടാക്കണം. അപ്പൊ നിങ്ങൾക്കുള്ള സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും സുഖം സുഖം തന്നെ. തന്നെയാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്ത് സഹായിക്കുക. അതെ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ. ബൈ.